ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് എൻ്റെ രാവിലത്തെ കുറച്ച് ജോലികളൊക്കെ ഉൾപ്പെടുത്തിയ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സാധാരണയായി ഞാൻ അടുക്കള ജോലികളൊക്കെ ചെയ്യുന്നത് വെളുപ്പിനാണ്. അപ്പോൾ 5 മണിക്ക് തുടങ്ങും, പിന്നെ 7 മണി വരെ കറക്റ്റായിട്ട് അടുക്കളയിൽ തന്നെയാണ്. അതിനുശേഷമാണ് ഞാൻ കുറച്ച് ഗാർഡൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്, അതിന് വെള്ളം നനയ്ക്കാൻ പോവാറും വളങ്ങളിടുന്നതും ഒക്കെ അത് കഴിഞ്ഞിട്ടുള്ള സമയമാണ്. ഇന്നിപ്പോൾ 7 മണിക്ക് ശേഷമാണ് ഞാൻ അടുക്കളയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഇത് തന്നെയാണ് പ്രശ്നം. വീടിൻ്റെ ഒച്ച കൊണ്ട് എനിക്ക് വോയിസ് ഓവർ പോലും കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. വീഡിയോ ഒക്കെ രാവിലെയാണ് പിടിക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. മുറിയിൽ കയറി ഇരുന്നിട്ട് വോയിസ് ഓവർ കൊടുക്കാൻ നോക്കിയാൽ പോലും വീടിൻ്റെ ശബ്ദമാണ്. വേനൽക്കാലത്ത് വീടുകൾ അധികം ഇല്ലായിരുന്നു കേട്ടോ, ഇങ്ങനെയുള്ള ഒരു വിഷയമൊന്നും തോന്നിയിരുന്നില്ല. ഇപ്പോൾ ഈ മഴ ഇങ്ങ് തുടങ്ങിയപ്പോഴത്തേക്കാണ് ഈ വീടിൻ്റെ ശബ്ദം ഭയങ്കര രൂക്ഷമാകുന്നത്. രാത്രിയിൽ പോലും നമുക്ക് ഉറക്കത്തിന് ശല്യമാകുന്ന രീതിയിലാണ് വീട്. വ്ളോഗ് ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ സംഭാഷണം നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ചില സമയത്ത് എന്തെങ്കിലും കഥകളൊക്കെ ആയിട്ടാണ് പറഞ്ഞു പോകുന്നത്. ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, ചോറ് വയ്ക്കുന്നു, കറി വയ്ക്കുന്നു, ക്യാബേജ് തോരനാണ് വയ്ക്കുന്നത്. അതിപ്പോൾ എങ്ങനെയാണ് റെസിപ്പി ആയിട്ട് പറയുക, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. പിന്നെ ചായ വയ്ക്കാനായിട്ട് പോകുന്നു, ഇങ്ങനെയൊക്കെ ആവർത്തിച്ച് പറയേണ്ട കാര്യങ്ങളില്ലല്ലോ. അപ്പോൾ ചിലപ്പോൾ തോന്നും നമുക്ക് ഭക്ഷണം പാചകം ചെയ്യുന്നതും വെള്ളം പിടിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള സൗണ്ട് മാത്രം കൊടുത്തുകൊണ്ട് അത് ചെയ്യാമെന്ന്. അപ്പോൾ ഈ വീടിൻ്റെ ശല്യം കാരണം അതും എനിക്ക് പറ്റാതെയാണ് പോകുന്നത്. സംഭാഷണം കിട്ടാതാവുമ്പോൾ നമുക്ക് ഭക്ഷണം പാചകം ചെയ്യുന്ന ശബ്ദങ്ങളൊക്കെയാണ് നല്ലതെന്ന് തോന്നും. പക്ഷേ ഈ വീടിൻ്റെ സൗണ്ട് കാരണം ആ സൗണ്ടാണ് ഏറ്റവും മുന്നിലേക്ക് നിൽക്കുക എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഉള്ള കാര്യം പറയാമല്ലോ, എന്നെപ്പോലെ സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ വ്ളോഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും കാണും എന്നൊന്നും എനിക്കൊരു വിശ്വാസമില്ല. പിന്നെ നമ്മുടെ തമ്പനയിലോ അല്ലെങ്കിൽ ടൈറ്റിലോ ഒക്കെ കണ്ട് അതിലേക്ക് കയറുന്നവർ ഇത് കാണാനൊന്നും മെനക്കെടാറില്ല. അവർ അല്പസമയം കഴിഞ്ഞിട്ട് അവർ സ്കിപ്പ് അടിച്ചു പോകും. അത് തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയെ ശരിക്കും ബാധിക്കുന്നുണ്ട്. നമ്മളൊരു ചെറിയ വീഡിയോ ആണ് ഇടുന്നെങ്കിൽ പോലും അതിന് നല്ല എഫേർട്ട് എടുത്താണ് അത് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ, എൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്നത് ഒരു ക്രിയേറ്റർ ആണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇത് മനസ്സിലാകും. പക്ഷേ ഞാൻ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു വീഡിയോ കാണാനായിട്ട് കയറുന്ന ആൾക്കാർക്ക് അവർക്ക് അതിൻ്റേതായ രീതിയിൽ എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടുന്ന രീതിയിലാണെങ്കിൽ, ഒന്നെങ്കിൽ ഒരു ഫുഡിൻ്റെ റെസിപ്പി പോലെ, അല്ലെങ്കിൽ നല്ല ഭക്ഷണം പാചകം ചെയ്യുന്നത്, അങ്ങനെയൊക്കെയാണ് ആൾക്കാർക്ക് ഇഷ്ടം. ഇപ്പോൾ ഗാർഡനിങ് ആണെങ്കിൽ അതിന് ചെയ്യുന്ന മികച്ച വളങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ കുറേ പൂക്കളൊക്കെ നല്ല രീതിയിൽ ഭംഗിയോടുകൂടി കാണുമ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ആൾക്കാർ സ്കിപ്പ് അടിക്കാതെ ചിലപ്പോൾ കണ്ടിരുന്നു പോകും. നമ്മുടെ വീഡിയോയിൽ ഇതൊന്നുമില്ല. സാധാരണ ഒരു വീട്ടമ്മയുടെ അടുക്കള കാര്യങ്ങൾ എന്താണ് കാണുന്നത് അല്ലേ. ഈ പറയുന്ന എനിക്ക് തന്നെ ചിരി വന്നു പോകുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാരുടെ പോലും വീഡിയോ ആൾക്കാർ അധികം നേരം കാണുന്നില്ല. അപ്പോൾ പിന്നെ സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയായ എൻ്റെ വീഡിയോ കാണാൻ ആരാണുള്ളത്? എന്തായാലും ഇത്രയൊക്കെ സംസാരിച്ചുകൊണ്ട് ഞാൻ ക്യാബേജ് അരിയാനായിട്ട് പോവുകയാണ്. ക്യാബേജ് അരിയാനായിട്ട് ഇപ്പം എളുപ്പമുണ്ട് കേട്ടോ. ഞാൻ ഈ ചോപ്പറിനകത്താണ് അരിയണത്. ചോപ്പർ മേടിച്ച സമയത്തും എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അന്നേരം ഞാൻ കൈകൊണ്ടൊക്കെ കൊത്തി അരിഞ്ഞ്, ശരിക്കും ജോലിക്ക് പോണ സമയത്തൊക്കെ കൈകൊണ്ട് കൊത്തി അരിഞ്ഞ് ഈ ചോപ്പർ എൻ്റെ അടുത്തുണ്ടായിരുന്നു. പക്ഷേ പലതിൻ്റെ മൂല്യങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നത് പതുക്കെയാണല്ലേ. നമ്മുടെ കൈവശമുള്ള പല കാര്യങ്ങളും നമ്മൾ ഉപയോഗശൂന്യമായിട്ട് വല്ല തട്ടുമ്പൊക്കത്തൊക്കെ മാറ്റിയിടും. പക്ഷേ അതിന് ശേഷമായിരിക്കും നമ്മളത് ചിന്തിക്കുക, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ഉപയോഗിച്ച് കഴിയുമ്പോഴായിരിക്കും ഇത് നമ്മൾ നേരത്തെ എടുത്ത് എന്തേ ഉപയോഗിക്കാഞ്ഞെന്ന് തോന്നുന്നത്. ഇപ്പോൾ ജോലിക്ക് പോയാലും ഇല്ലെങ്കിലും ഒരു വീട്ടമ്മയാണെങ്കിൽ കൂടി എല്ലാവർക്കും അറിയാം, വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ വെറുതെ ഇരിക്കുന്നതെന്നല്ല, അവർക്ക് ഇഷ്ടംമാതിരി ജോലികളുണ്ട്. എൻ്റെയൊക്കെ ഒരു കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ്. എപ്പോൾ നോക്കിയാലും എന്തെങ്കിലും ആയിട്ട് ജോലികൾ തന്നെയാണ്. അതിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. ജോലി ചെയ്യണം എന്ന് വിചാരിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ജോലി തിരക്കും ജോലി ഭാരം കൂടുതലും. അല്ലാതെ വെറുതെ ഇരിക്കുന്നവർക്ക് വെറുതെ ഇരിക്കാം. ഞാനൊക്കെ എപ്പോൾ നോക്കിയാലും എന്തെങ്കിലും ജോലി കണ്ടുപിടിച്ച് ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞു പോയത്. അപ്പോൾ ഈ ചോപ്പറിൻ്റെ കാര്യമാണ് പറഞ്ഞു വന്നത്. ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് വെളുപ്പിനൊക്കെ ഏറ്റിരുന്ന് ക്യാബേജൊക്കെ കൊത്തിയരിഞ്ഞ് അങ്ങനെ. പക്ഷേ ഈയിടെയാണ്, കുറച്ച് നാളേ ആയുള്ളൂ ഞാൻ ഈ ചോപ്പറിനകത്ത് ക്യാബേജ് അരിഞ്ഞു തുടങ്ങിയത്. 2-3 വലിച്ച് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് അത് കുനുകുനാന്നായി കിട്ടും കേട്ടോ. നല്ല എളുപ്പമാണത്. തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ട് 2 പച്ചമുളക്, നമ്മുടെ പച്ചമുളകയിൽ ധാരാളം പച്ചമുളക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ.
പച്ചമുളക് നമുക്ക് മഴക്കാലത്ത് ഇഷ്ടമാതിരി ഉണ്ടാകും. അതുപോലെ തന്നെ വഴുതനങ്ങയൊക്കെ ഇഷ്ടംമാതിരി ഉണ്ടാകും. പാവലൊക്കെ നട്ടിട്ട് അതുപോലെ തന്നെ നിൽപ്പാണ്. പാവലയിലൊക്കെ വണ്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ഇലയെല്ലാം കഴിഞ്ഞ മഴക്കാലത്ത് എനിക്കിതുപോലെ തന്നെയായിരുന്നു. പാവൽ നന്നായിട്ടങ്ങ് കയറി വന്നു. അപ്പോഴേക്കും മഴ അങ്ങ് തുടങ്ങി. പിന്നെ പാവലിനൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. കുറച്ച് ദിവസം മുറ്റത്തേക്ക് പോലും ഒന്ന് ഇറങ്ങി ശ്രദ്ധിക്കാൻ പറ്റാതെ വന്നപ്പം പാവലെല്ലാം അടപടലം പോയി. അതോടുകൂടി ഞാൻ പച്ചക്കറി നടൽ എന്ന പരിപാടി നിർത്തിയേക്കുമായിരുന്നു. അതിനുശേഷം മഴയെല്ലാം മാറി ഒരു നവംബർ മാസമൊക്കെ ആയപ്പോഴത്തേക്കാണ് പിന്നെ കുറച്ച് തക്കാളിയും അതും ഇതൊക്കെ ആയിട്ട് നട്ടു തുടങ്ങിയത്. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ ഞാൻ ചേന നടണം, എനിക്ക് ചേന ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചേന നടാൻ വേണ്ടിയിട്ട് നഴ്സറിയിലെ ചെടികളൊക്കെ മേടിക്കാനും പച്ചക്കറി തൈയൊക്കെ മേടിക്കാൻ പോകുന്നിടമുണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. 100 രൂപയൊക്കെയാണ് കിലോയ്ക്ക് വില. പക്ഷേ 5ഉം 6ഉം കിലോ വരുന്ന ചേനയൊക്കെയാണ്. അത്രയൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മൾ വല്ല ചാക്കിലൊക്കെ അല്ലേ നട്ടു കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത്തവണ ചെന്നപ്പോൾ ചെറിയ ചേന മുളച്ച് ഇത് ഉണ്ടായിരുന്നു. ഒരു 1.5 കിലോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞാനത് 2 വാങ്ങിയിട്ട് വന്നിട്ട് ചാക്കിൽ നട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒന്നും കിട്ടിയില്ല, വിളവ് കിട്ടിയില്ലെങ്കിലും സന്തോഷം. എനിക്കിതിങ്ങനെ വിടർന്നൊക്കെ നിൽക്കുന്നത് കാണാൻ, ചെടികളിൽ പൂവുണ്ടാകുന്നതും പച്ചക്കറിയൊക്കെ ഉണ്ടായി നിൽക്കുന്നതും കാണാനായിട്ടാണ് ഏറ്റവും ഇഷ്ടം. ഇപ്പോഴത്തെ സംഭാഷണം ഒന്നും കിട്ടാതെയാണ് ഞാനിത് എന്താണ് പറയുക എന്ന് കരുതിയിട്ടാണ് വോയിസ് ഓവർ കൊടുത്തു തുടങ്ങിയത്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഒരുപാട് അങ്ങോട്ട് എന്തൊക്കെയോ പറഞ്ഞു പോയി അല്ലേ. ഞാൻ ചില സമയത്ത് ഒന്നും മിണ്ടാതിരുന്ന അങ്ങനെയാണ്. പക്ഷേ അടുപ്പമുള്ളവരോട് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് സംസാരിക്കും. അത് ചെറുപ്പം മുതലുള്ള ഒരു ശീലമാണ് കേട്ടോ. വീഡിയോ അവസാനം വരെ കണ്ട ഏതെങ്കിലുമൊക്കെ കൂട്ടുകാർ കാണുമായിരിക്കും അല്ലേ. അപ്പോൾ അവരെ ബോറടിപ്പിച്ചുവെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇനി പുതിയ വ്ലോഗുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇതുവരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി.